തുഷാർ ഗാന്ധിയെ തടഞ്ഞ RSS സംഘപരിവാർ പ്രവർത്തകരെ ഷോളിട്ട് അനുമോദിച്ചതിനു ശേഷമായിരുന്നു നെയ്യാറ്റിൻകരയിൽ BJP ജില്ലാ സൗത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത്. വിയോജിക്കാനുള്ള അവകാശം ഭരണഘടന അനുശാസിക്കുന്നുണ്ടെന്നായിരുന്നു പരിപാടിയിൽ BJP നേതാവ് V മുരളീധരന്റെ പ്രതികരണം. മുൻ ഗവർണറെ വേദിയിൽ കയറി പ്രതിഷേധിച്ച പാരമ്പര്യമാണ് CPM-നുള്ളതെന്നും അന്ന് പ്രതിഷേധിച്ച CPM പ്രവർത്തകർക്കെതിരെ കേസെടുക്കാത്ത പോലീസാണ് പിണറായിയുടേതെന്നും വിമർശനം. അദ്ദേഹത്തെ ഒരു തരത്തിലുള്ള ദേഹബോധവും ഏൽപ്പിക്കാൻ ആരും ശ്രമിച്ചിട്ടില്ല. അദ്ദേഹത്തെ ഒരുപക്ഷെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവുക ഈ നെയ്യാറ്റിൻകര മുഴുവൻ തന്നെ RSS-നെതിരായിട്ടുള്ള ആളുകളാണ്, RSS-കാരൊക്കെ വിഷമാണ് എന്ന് കരുതുന്ന ആളുകളാണ് എന്നൊരുപക്ഷെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് സ്വാഭാവികമായും ആ പ്രസംഗം കേട്ട് അസ്വസ്ഥരായിട്ടുള്ള ആളുകൾ അവിടെ തന്നെ പ്രതിഷേധിച്ചു. കാരണം ഇതങ്ങനെ മുൻകൂട്ടി RSS-ഓ BJP-യോ ഈ തുഷാർ ഗാന്ധിയുടെ പ്രസംഗം മുൻകൂട്ടി ചോർത്തിയെടുത്ത് ഇങ്ങനെയൊരു പ്രസംഗം വരാൻ പോകുന്നു, അതുകൊണ്ട് പ്രതിഷേധിക്കാൻ ആളെ സംഘടിപ്പിക്കണം, അതൊന്നും അല്ലല്ലോ. അതുകൊണ്ട് ആ സമയത്ത് അത് സ്വാഭാവികമായിട്ടും പ്രതിഷേധിച്ചു. അവരാരും ഒരു തരത്തിലുള്ള അക്രമത്തിനും മുതിർന്നിട്ടില്ല, അവരാരും അവരുടെ വഴിയും തടഞ്ഞിട്ടില്ല. അതേസമയം നെയ്യാറ്റിൻകര ഗാന്ധി പ്രതിമയ്ക്ക് മുൻപിൽ BJP പരിപാടി നടത്തിയതിൽ തനിക്ക് അത്ഭുതവും പേടിയും തോന്നിയെന്ന് തുഷാർ ഗാന്ധിയുടെ പ്രതികരണം. RSS പ്രവർത്തകർ തന്നെ തടഞ്ഞതിൽ ക്ഷമ പറയണമെന്നാവശ്യപ്പെട്ട അദ്ദേഹം RSS ഇന്ത്യയുടെ ആത്മാവിനെ നശിപ്പിക്കുന്ന ക്യാൻസർ തന്നെയെന്നും വിമർശിച്ചു. This was a very minor incident. It wasn't a major incident. If I was in other states in India, I may not even have been standing in front of you today because you expect that kind of a thing. But such a thing happening in Kerala is very shocking because Kerala is the last state where the rights of people are still protected, and it is in the culture of Malayalis to respect opposition. I have just now tweeted, I said, I'm a bit worried that the descendants of my great-grandfather's murderers are going to come to the statue of my great-grandfather. I really am worried because I hope they don't come there to fire bullets at the statue of my great-grandfather as they are habituated to doing. And these are the points for which we need to fight. Zee Malayalam News, തിരുവനന്തപുരം, കൊച്ചി. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ Zee Malayalam News ലഭ്യം.